ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത് വെച്ച ലൈൻ കുർത്തിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണിത്. നമ്മൾ ലൈനിങ്, മെയിൻ ഫാബ്രിക്, സ്ലീവ്, ക്യാൻവാസ് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഏറ്റവും ആദ്യം നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചതുണ്ടല്ലോ, അതിൻ്റെ അരികുവശം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുവാണേ. കുർത്തിയുടെ ഒക്കെ സ്റ്റിച്ചിങ് ഏകദേശം എല്ലാം ഒരുപോലെ തന്നെ വരുന്നത്. പിന്നെ നമ്മൾ എന്തെങ്കിലും പാറ്റേൺസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കിയെല്ലാം സെയിമാണ്, നമുക്കറിയാമല്ലോ. എന്നാലും ഞാനതൊന്നുകൂടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. അപ്പോൾ അത് ആ കൂടെ പറയാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ഇനി ഞാൻ ചെയ്യുന്നത് ഫ്രണ്ടിലെയും ബാക്കിലെയും താഴത്തെ വശം ഒന്ന് മടക്കി അടിക്കുവാണ്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ അത് റോൾഡ് ഹെമ്മ് ചെയ്തെടുക്കാം. നോർമലി നമ്മൾ മെഷീനിൽ ഇങ്ങനെ കൈകൊണ്ട് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ വളഞ്ഞും പൊളഞ്ഞൊക്കെ ഇരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നല്ല ക്ഷമയോടെ കുറച്ച് പതുക്കെ ടൈം എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് നല്ല ഫിനിഷിങ് കിട്ടും. എന്നിട്ടൊന്ന് അയൺ കൂടെ ചെയ്യുവാണെങ്കിൽ നന്നായിട്ടിരുന്നോളും. നമ്മൾ ഈ റെഡിമെയ്ഡ് ഡ്രസ്സൊക്കെ മേടിക്കുന്ന സമയത്ത് അതിൻ്റെ കേഴ്സ് ഒന്നും ഈ പറയുന്ന പോലെ വലിയ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലേ, നല്ല ഫിനിഷിംഗ് ആയിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനവർ പ്രത്യേകമായിട്ടുള്ള പ്രഷർ ഫൂട്ടും അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഫോൾഡേഴ്സൊക്കെ ഉണ്ട് ഇതിന് അറ്റാച്ച് ചെയ്ത് മെഷീനിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതൊക്കെ. അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. എനിക്കറിയാൻ പാടില്ല, എപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനിരുന്നാലും ഞങ്ങളുടെ വീട്ടിലെയും അപ്പുറത്തെ 4 വീട്ടിലെയും പട്ടികൾ അങ്ങ് തുടങ്ങും ബഹളം വെക്കാനായിട്ട്. എനിക്കറിയത്തില്ലേ വീഡിയോക്കകത്ത് എവിടെയെല്ലാം ഈ സൗണ്ട് കയറി വന്നിട്ടുണ്ടെന്ന്. ഇനി ഞാൻ മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണ നമ്മൾ ഒരു സ്ട്രെയിറ്റ് കുർത്തി താഴത്തെ ആ പോർഷൻ ഒഴികെ ബാക്കി എല്ലായിടവും ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കുമായിട്ട് ചേർത്ത് തയ്ച്ച് വെക്കുമല്ലോ. ഈ ലൈൻ കുർത്തിയുടെ കേസിൽ നമ്മൾ ഷേപ്പ് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു 2-3 ഇഞ്ച് മുകളിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തുക ചെയ്യുന്നത്. ഈ കേസിൽ ഞാൻ ലൈനിങ്ങിൻ്റെ അതേ ഫ്ലെയർ തന്നെയാണ് മെയിൻ ഫാബ്രിക്കിലും എടുത്തിട്ടുള്ളത്. കാരണം അതിന് ക്ലോത്ത് കുറവാണല്ലോ, അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സ്ലീവൊക്കെ കട്ട് ചെയ്തെടുക്കണം അതുകൊണ്ട്. അതേ സമയത്ത് നമുക്ക് ക്ലോത്ത് ഉള്ള സമയത്ത് നമുക്ക് നല്ല ഫ്ലെയർ മാക്സിമം ആ ക്ലോത്തിലുള്ള അത്രയും തന്നെ നമുക്കെടുത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അത്രയും ഫ്ലെയർ കൊടുക്കുമ്പോൾ ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്ത് നിൽക്കുമ്പോൾ മൊത്തത്തിൽ ലൈനിങ്ങുമായിട്ട് ചേർത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടുമ്പോൾ അതൊരുമാതിരി തൂങ്ങിപ്പിടിച്ച പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ എന്തോ ഒരു ഡിസ്കംഫർട്ടായിട്ട് നിൽക്കും. അതേസമയത്ത് ലൈനിങ്ങും മെയിൻ ക്ലോത്തും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ ആ ഫ്ലെയർ നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പം മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും ഒരേപോലെ കട്ട് ചെയ്യുന്ന സിറ്റുവേഷനിൽ നമ്മൾ ലൈനിങ്ങുമായിട്ട് ഫുള്ളായിട്ട് അറ്റാച്ച് ചെയ്താലും പ്രശ്നമില്ല. പക്ഷേ ഒന്നും കൂടെ നല്ലത് നമ്മൾ ഈ റെഡിമെയ്ഡ്സിലൊക്കെ കണ്ടിട്ടില്ലേ, ലൈനിങ് സെപ്പറേറ്റ് ആയിട്ടല്ലേ നിൽക്കുന്നത്, ലൈനിങ്ങും മെയിൻ ക്ലോത്ത് സെപ്പറേറ്റ് ആയിട്ടല്ലേ നിൽക്കുന്ന, ആ കർവ് വരുന്നിടം കൊണ്ടല്ലേ അതുവരെയല്ലേ അത് യോജിച്ച് നിൽക്കുകയുള്ളൂ. അത് കഴിയുമ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെ വരുന്ന കേസിൽ അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ മാതിരി സൈഡെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് എക്സസ് ആയിട്ട് നിൽക്കുന്ന ഈ ഫാബ്രിക് എല്ലാം കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്തെടുത്ത ശേഷം ഇനി ഞാൻ നെക്കാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ നല്ല വശം മുകളിൽ വരുന്ന പോലെ വെച്ച് കൊടുത്തിട്ട് സെൻറ്ററിൽ നമ്മൾ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ആ നോച്ചിൽ അതേപോലെ തന്നെ ക്യാൻവാസിൻ്റെ നടുവശവും ചേർത്ത് 1-2 പിന്നൊക്കെ വെച്ച് നമുക്ക് സെക്യൂർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ക്യാൻവാസ് തയ്ച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ക്യാൻവാസിൻ്റെ മുകളിൽ കൂടെ തയ്ക്കരുത്. അപ്പോൾ കറക്റ്റ് എഡ്ജില്ലേ അവിടെ കൂടെ വേണം തയ്ക്കാനായിട്ട്. ഇനി നമുക്ക് ആ പിന്നെല്ലാം ഊരി മാറ്റി
ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കിയുള്ള ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ബാക്കി നിൽക്കുന്ന ക്ലോത്ത് നൂലിൽ തട്ടാത്ത പോലെ ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ അറിയാതെ എങ്ങനെ നൂല് കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, ഞാനൊക്കെ തുടക്കത്തിൽ ഒരുപാട് പ്രാവശ്യം അങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പുറത്ത് കൂടെ കട്ട് ചെയ്തതിൻ്റെ തൊട്ടരികത്ത് കൂടെ ഒന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമായിരുന്നു. ബിഗിനർ ആണെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇനി അഥവാ ഈ പറഞ്ഞ പോലെ കട്ട് ചെയ്ത് പോയെങ്കിൽ ഒന്നിപ്പുറത്തോട്ട് ഒന്ന് തയ്ച്ച് വെച്ചാൽ മതി. ഇനി നമ്മൾ നെക്ക് പതിച്ചടിക്കുക ചെയ്യേണ്ടത്. പതിച്ചടിക്കുന്ന അറിയാമല്ലോ, ബാക്ക് സൈഡിലുള്ള ഫാബ്രിക് ഒന്ന് മുകളിലേക്ക് കയറി വരാതിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പതിച്ചടിക്കുമ്പോൾ നമ്മൾ അകത്ത് കൊടുത്തിരിക്കുന്ന ആ ചെറിയ കട്ടിങ് നോച്ച് കൊടുത്തല്ലോ, 1/4 ഇഞ്ച് ഗ്യാപ്പ് വന്ന ആ ക്ലോത്തിലും കൂടെ ചേർത്ത് വേണം നമ്മൾ ഈ പറയുന്ന ഇത് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വശത്ത് ഒരിക്കലും തയ്യൽ വരരുത്. നമുക്ക് വേണമെങ്കിൽ എഡ്ജിൽ കൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം, പക്ഷെ ഞാനങ്ങനെ കൊടുക്കുന്നില്ല. അയൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് നല്ല രീതിയിൽ ഇരുന്നോളും. പിന്നെ നമ്മൾ ഹെമ്മിങ് ചെയ്യുമ്പോഴത്തേനും കറക്റ്റായിട്ട് വരും. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ബിഗിനേഴ്സിന് പോലും ഷോൾഡർ കറക്റ്റായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് മനസ്സിലാകും. ഇത് വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നെക്ക് രണ്ടും ഒരുപോലെ ആക്കി വെച്ചിട്ട് ക്യാൻവാസിനെ മടക്കുന്നൊന്നുമില്ല, അങ്ങനെ തന്നെ നിർത്തിയിട്ട് 1/2 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഏറ്റക്കുറച്ചിലൊന്നും ഇല്ലാതെ നെക്ക് ഷോൾഡറും കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് ഇത് കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണോ ഫിനിഷ് ലുക്കിൽ വരുന്നത് അതുപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് കറക്റ്റായിട്ടാണ് കിട്ടിയത്. അപ്പം അപ്രവശം അതുപോലെ തന്നെ ചെയ്തെടുക്കും. അപ്പോൾ ഷോൾഡർ ആയതുകൊണ്ട് തന്നെ ഒരു തയ്യൽ നിർത്തരുത്, 2 or 3 തയ്യൽ കൊടുക്കണം. മിനിമം 2 കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ മെത്തേഡിൽ തന്നെ അപ്പുറത്തെ സൈഡും ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിനി സ്ലീവ്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് സ്ലീവ്സിൽ ജോയിൻറ്റ് വരും. കാര്യം എന്താ, തുണി കുറവാണ്, ഫുൾ ലെങ്ത് വേണം. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണല്ലോ വെട്ടിയത്. അപ്പോൾ ഞാൻ ഇപ്പോൾ സ്ലീവ്സ് ജോയിൻറ്റ് അടിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പം ജോയിൻ ചെയ്യാനായിട്ട് ഒരു 1/2 ഇഞ്ച് തയ്യൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് വെച്ചിട്ട് തയ്ച്ചെടുക്കുക. ഒരു സ്ലീവ് റെഡിയാക്കിയെടുത്തു, ഇതേപോലെ മറ്റേ സ്ലീവ് റെഡിയാക്കിയെടുക്കുക. അപ്പം സാധാരണ ഞാൻ സ്ലീവ്സിൽ ഫ്രണ്ട് വശത്തെ ആ കുഴിച്ച് വെട്ടുന്നതുണ്ടല്ലോ, അപ്പോൾ അത് കട്ട് ചെയ്യുന്ന സമയത്തേ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഈ കേസിൽ ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് ഓർത്തിട്ട് അതുകൊണ്ട് ഞാനതിപ്പോൾ 1/2 ഇഞ്ച് കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ, ഫ്രണ്ടിലത്തെ ആ പോർഷൻ. ഇനി നമുക്ക് ബോഡി പാർട്ടിലേക്ക് സ്ലീവ്സ് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്കകത്ത് കാണാൻ ചെറിയ രീതിയിലൊരു ഏറ്റക്കുറച്ചിൽ വന്നിട്ടുണ്ടല്ലേ, ഞാനത് ട്രിം ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടാണ് വരുന്നതെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ വലിയ തോതിലൊക്കെ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കട്ടിങ്ങിലോ സ്റ്റിച്ചിങ്ങിലോ എന്തോ പ്രശ്നം വന്നിട്ടുണ്ടെന്നാണ് അർത്ഥം. നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ സ്ലീവ്സ് ജോയിൻ ചെയ്യുമ്പോൾ സ്ലീവ്സിൻ്റെ സെൻറ്ററും ഷോൾഡറിൻ്റെ സെൻറ്ററും തമ്മിൽ അവിടെ ആ പോയിൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് താഴത്തേക്ക് തയ്ച്ച് വരുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾ സ്ലീവ്സ് കുറച്ച് കൂട്ടിയെടുത്തോ കുഴപ്പമില്ല, 1 ഇഞ്ചൊക്കെ എക്സ്ട്രാ എടുത്തോ കുഴപ്പമില്ല. കാര്യം ബോഡി പാർട്ടിനേക്കാളും സ്ലീവ്സ് കുറഞ്ഞു പോയാലാണ് ഏറ്റവും വലിയ പ്രശ്നം. കൂടിപ്പോയാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാമല്ലോ, അതൊന്ന് മൈൻഡിൽ വെച്ചേക്കുക. എന്നിട്ട് നിങ്ങളുടെ കട്ടിങ് ഒക്കെ സെറ്റായി, നിങ്ങളുടെ സ്റ്റിച്ചിങ് ഒക്കെ കറക്റ്റായി, ഒരുവിധം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതെന്നൊന്ന് കാണുമ്പോൾ പയ്യെ ഈ മെത്തേഡ് മാറ്റിയിട്ട്
ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡ് വരെ സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിലേക്ക് എത്തണം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ സെൻറ്ററിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്കും ഇപ്പുറത്തെ സൈഡിലേക്കും തയ്ക്കുന്ന കാണിക്കുന്നത്. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ പറയുന്ന പോലെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡ് വരെ തയ്ക്കുന്ന കേട്ടോ. അപ്പോൾ ഇതാ ഇനി സെൻറ്ററിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഷോൾഡറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സ്ലീവ്സും ഒരു സ്റ്റിച്ചിൽ നിർത്തരുത്, 2 or 3 സ്റ്റിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ 2 സ്ലീവും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് അടിക്കണമല്ലോ. അപ്പം ഞാനിവിടെ പിന്ന് യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ക്ലോത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ സ്ലീവ്സിൻ്റെ അറ്റം ഒന്ന് മടക്കി അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അനാർക്കലിയൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കയ്യിൽ നല്ല ചുരുക്കമുള്ള പോലെയൊക്കെ സ്ലീവ് നമ്മൾ കൊടുക്കുമല്ലോ. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ കൈ ഇങ്ങനെ ഊരി പോരാതിരിക്കാനായിട്ട് നമുക്ക് ഈ പ്രസ് ബട്ടൺ യൂസ് ചെയ്തിട്ട് കൈയുടെ അവിടെ ഇത് കൊടുക്കുവാണെങ്കിൽ ഈ പറയുന്ന പോലെ ഊരി വരികയില്ല. ഈ സ്ലീവ്സ് എന്ന് പറയുന്നത് അങ്ങനെ ചുരുങ്ങി നിൽക്കുന്ന സ്ലീവല്ല, കറക്റ്റായിട്ട് ഇങ്ങനെ ലെങ്തിൽ നിൽക്കുന്ന സ്ലീവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ കൊടുത്തിട്ടില്ല. ഇപ്പോൾ രണ്ടാമത്തെ സ്ലീവിൻ്റെ എഡ്ജും തയ്ച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി സൈഡ് പോർഷനൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാൻ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പായിട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് എവിടെ കൂടെയാണ് സ്റ്റിച്ച് വരേണ്ടതെന്നുള്ളത്. ഇനി ഞാൻ ആം ഹോൾ കറക്റ്റായിട്ട് 2 സൈഡും വരുന്ന പോലെ തന്നെ സെറ്റ് ചെയ്ത് പിന്ന് കുത്തി തയ്ച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ കൈ രണ്ടും ജോയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഹിപ്പിൻ്റെ അവിടെ 3 or 4 ഇഞ്ച് മുകളിലായിട്ട് ഞാൻ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിർത്തും, താഴേക്ക് ജോയിൻ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ജോയിൻ ചെയ്തതിൻ്റെ തൊട്ട് താഴെ വെച്ച് തൊട്ട് താഴേക്ക് നല്ല തുണികളുണ്ടല്ലോ, അതായത് പുറമേ നമ്മൾ കാണുന്ന നല്ല തുണി, അതിനെ രണ്ടും തയ്ച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതായത് ഫ്ലെയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ലൈനിങ്ങും എന്താ പറയുക മെയിൻ ക്ലോത്തും തമ്മിലുള്ള ജോയിൻറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഫുള്ളായിട്ട് ഞാൻ അടിച്ച് ചേർത്തിട്ടില്ല, പകുതിക്ക് വെച്ച് നിർത്തിയേക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ആ സ്റ്റോപ്പ് ചെയ്തിടുണ്ടല്ലോ, അവിടെ നിന്ന് അതിൻ്റെ തൊട്ട് താഴേന്ന് നല്ല 2 തുണികളെ തമ്മിൽ ജോയിൻ ചെയ്ത് താഴെ വരെ അടിച്ചെടുക്കുക, സൈഡ് മാത്രം. അപ്പോൾ അടിച്ചെടുക്കുമ്പോഴത്തേന് ഞാനൊരു ജസ്റ്റ് ഒരു 1/4 ഇഞ്ച് ഇതിലേ അടിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 2 വശവും ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് സ്ലീവ്സിൻ്റെ അറ്റം തൊട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മെയിൻറ്റെയിൻ ചെയ്ത് താഴേക്ക് തയ്ച്ച് വരാം. ഇങ്ങനെ നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഫ്രണ്ടിലെയും ബാക്കിലെയും തുണി ഏറ്റക്കുറച്ചിലൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് തന്നെ പിടിക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, വേസ്റ്റിൻ്റെ അവിടെ പോയിൻ്റായിട്ട് മാർക്ക് ചെയ്തേക്കുന്നത്. നമ്മൾ തയ്ക്കുമ്പോൾ ആ പോയിൻ്റായിട്ട് സ്റ്റിച്ച് ചെയ്യരുത്, അതൊരു കർവാക്കി എടുത്ത് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഹിപ്പിൻ്റെ അവിടം തൊട്ടാണല്ലോ നമ്മൾ ഫ്ലെയർ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടം വരെ, ഹിപ്പിൻ്റെ അവിടം വരെ നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തുമായിട്ട് വരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. അതിന് ശേഷം പതുക്കെ നല്ല തുണി, അതായത് ഫ്രണ്ടിൽ കാണുന്ന ആ ക്ലോത്തിനെ പയ്യെ ഒഴിവാക്കി ലൈനിങ് തമ്മിൽ മാത്രമായിട്ട് തയ്ച്ച് കൊണ്ടുവരണം. നമ്മൾ ഓൾറെഡി അകത്ത് നല്ല തുണികൾ തമ്മിൽ തയ്ച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് വറീഡ് ആവണ്ട. അപ്പോൾ നമുക്ക് ഇതുപോലെ ഹിപ്പിൻ്റെ അവിടുന്ന് താഴേക്ക് വരുമ്പോൾ ലൈനിങ് മാത്രമായിട്ട് തയ്ച്ചെടുത്താൽ മതി. അപ്പോൾ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നല്ല തുണിയായിട്ട് ഇങ്ങനെ കടുപ്പം വരരുത്. അതായത് ചിലപ്പോൾ നമ്മളിത് കയറി ഇങ്ങനെ മടങ്ങിയിരിക്കും, അങ്ങനെ വരരുത്. നല്ല സ്മൂത്തായിട്ടിരിക്കുന്ന പോലെ നല്ല
അത് കുറച്ചൊന്ന് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ അപ്പുറവശം തയ്ച്ചെടുക്കണം. എന്നിട്ട് നല്ല തുണിയുടെ താഴെ വശവും കൂടെ മടക്കി അടിക്കണം. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലേ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് എന്നോട് പറയണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേഗം വരാം. ടാറ്റാ.